നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ നേട്ടങ്ങൾ പറയാൻ ഇല്ലാത്തതിനാൽ LDF വർഗീയത പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരോധം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനെന്നും പ്രതിപക്ഷ നേതാവ്. മനുഷ്യജീവന ഭീഷണിയായ വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്തേ പറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1972 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകിയുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത്. കോൺഗ്രസ് കൊണ്ടുവന്ന ആ നിയമത്തിന്റെ സംരക്ഷകരായി ഇന്നത്തെ കേന്ദ്ര സർക്കാർ നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി. മതരാഷ്ട്രീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF സഖ്യത്തിനെതിരെ നിലമ്പൂരിലെ ജനം വിധിയെഴുതുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉപതെരഞ്ഞെടുപ്പിൽ വികസനം പറയാൻ UDF മടിക്കുകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. നിലമ്പൂരിലെ വോട്ടർമാർ വെള്ളാപ്പള്ളി നടേശന്റെ കള്ളക്കളി മനസ്സിലാക്കണമെന്ന് SNDP സംരക്ഷണ സമിതി. SNDP യോഗത്തെയും SN ട്രസ്റ്റിനെയും തകർത്ത വെള്ളാപ്പള്ളി നടേശനെയും മകനെയും തിരിച്ചറിയണമെന്നും SNDP സംരക്ഷണ സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം രാഷ്ട്രീയ കേരളം എക്കാലവും ചർച്ച ചെയ്യുമെന്ന് BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെ നേട്ടങ്ങൾ പറയാൻ ഇല്ലാത്തതിനാൽ LDF വർഗീയത പറയുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനജീവിതവുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങൾക്ക് നിലമ്പൂരിൽ നിന്ന് പോകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി മറുപടി പറയണം. മുഖ്യമന്ത്രി ഇപ്പോൾ പലസ്തീനെ കുറിച്ച് പറയുന്നത് നിലമ്പൂർ സ്പെഷ്യൽ. മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരോധം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനെന്നും പ്രതിപക്ഷ നേതാവ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. UDFും LDFും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ LDF രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വർഗീയവൽക്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വൃഥാശ്രമങ്ങളാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഞങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട 7 പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ 7 ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം. നമുക്കറിയാം, നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിലുണ്ട്. മലയോര ജനത വലിയ ദുരിതങ്ങളെ നേരിടുകയാണ്. വ്യാപകമായ വന്യജീവി ആക്രമണമാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ 1000-ലധികം പേർ കൊല്ലപ്പെടുകയും 8000-ലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യാണ്. ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഈ വർഷമായപ്പോഴേക്കും വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുകയാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിക്കുന്നു? കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടായിട്ട് പോലും വന്യജീവി ചീഫ് വൈൽഡ് വാർഡന് മനുഷ്യജീവന് അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാതെ, എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം ഈ ഗവൺമെന്റ് വന്യജീവി ആക്രമണ കാര്യത്തിൽ മുഖമുദ്രയായി എടുക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഒരു ധനപ്രതിസന്ധിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷേമനിധി ബോർഡുകൾ വലിയ പ്രതിസന്ധിയിൽ 2500 കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവൻ അംശാദായ അടയ്ക്കുന്ന തുക സർക്കാർ കൊണ്ടുപോയത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാനുള്ളത്. വലിയ ബാധ്യത, ഒരു സർക്കാരും വരുത്തിവെക്കാത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയ ഈ സർക്കാർ
ഇലക്ട്രിസിറ്റി ബോർഡിനെയും KSRTCയെയും സപ്ലൈകോയെയും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെയൊക്കെ തകർത്തു. 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 4ാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടാൻ ശ്രമം നടത്തുന്നു. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? 3ാമത്തെ ചോദ്യം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷമായി അവരുടെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. പ്ലാനിൽ ഒറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത്. 3 വർഷമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള അലോക്കേഷൻ വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം. മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തി. 500 കോടി പട്ടികജാതിക്കാരുടെയും 112 കോടി പട്ടികവർഗക്കാരുടെയും ആ കുറവ് വരുത്തിയിരിക്കുക. ലെംസൺ ഗ്രാൻഡും ഗ്രാൻസും കിട്ടാതെ കുട്ടികൾ പഠിത്തം നിർത്തുകയാണ്. എന്തിനാണ് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട്, ആ ജനങ്ങളോട്, ആ ജനവിഭാഗത്തോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത്? 4ാമത്തെ ചോദ്യം, സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ 150-ൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത്? ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാട അണിയിച്ച് കേന്ദ്രമന്ത്രിയെ ആദരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ BJPയെ ഭയന്ന് എന്തുകൊണ്ടാണ് ദേശീയപാതയിലെ ക്രമക്കേട് BJPയും CPMഉം തമ്മിൽ ബാന്ധവമുള്ളത് കൊണ്ടാണോ അത് സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത്? അതാണ് ചോദ്യം. 5ാമത്തെ ചോദ്യം, ആശാ വർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു. മുതലാളിത്ത മനോഭാവമാണ്. അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല, മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത്? നിങ്ങൾ എന്നാണ് മുതലാളിമാരായത്? ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങൾ PSC ചെയർമാന്റെ ശമ്പളം 4 ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാണ്. 3,80,000 രൂപ നിങ്ങൾ PSC മെമ്പറിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു. അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സിലുള്ള PSC ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളവും പെൻഷനും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം 12 പേരാണ്. ഒരു മാസത്തെ ചെലവ് 80 ലക്ഷം രൂപയാണ്. ഞാൻ ഇടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും മുഖ്യമന്ത്രി ഇടുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവ് ഇടുന്ന അത്ര തന്നെയുള്ളൂ. എനിക്കൊരു ചെലവില്ലല്ലോ, എനിക്കൊരു ചെലവില്ല പോസ്റ്റ് ഇടാൻ. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു മാസം 80 ലക്ഷം രൂപ ചെലവാക്കുന്നത്? എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത്? അപ്പൊ കൂട്ടിക്കൊടുത്തു, വീണ്ടും കൂട്ടിക്കൊടുത്തു. അപ്പൊ PSCക്കാർക്ക് കൊടുക്കാം, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ 2 പോസ്റ്റോ ഒരു ദിവസം ഇടുന്നവർക്ക് 80 ലക്ഷം ശമ്പളം കൂട്ടിക്കൊടുക്കാം. ആശാ വർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത്? 6ാമത്തെ ചോദ്യം, നിങ്ങൾ റബ്ബറിന് 250 രൂപ തറവില കൊടുക്കാം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് നിങ്ങളത് കൊടുക്കുന്നില്ല? നെല്ല് സംഭരണം പാളിയത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല? നാളികേര സംഭരണം എന്തുകൊണ്ട് നടക്കുന്നില്ല? കർഷകർ സങ്കടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കാത്തത്? 7ാമത്തെ ചോദ്യം, കേരളം ലഹരി മരുന്ന് ഹബ്ബാക്കിയതിന്റെ ഉത്തരവാദിത്തം, രാഷ്ട്രീയ രക്ഷാകർതൃത്വം, പൊളിറ്റിക്കൽ പേട്രണേജ് ലഹരി മാഫിയയ്ക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക്, ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനുമല്ലേ? കേരളത്തെ ലഹരി മരുന്നിന്റെ ആസ്ഥാനമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്തം ഈ സംസ്ഥാന ഗവൺമെന്റിനില്ലേ? ഈ 7 ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണ്. UDFും LDFും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. സർക്കാരിന്റെ 9 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ
ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് UDF ആഗ്രഹിക്കുന്നു. എന്നാൽ LDF രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല. പകരം പച്ചയ്ക്ക് വർഗീയത പറയുന്നു. ഭരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം. ജമാഅത്തെ ഇസ്ലാമിയെ ആദ്യം സ്വാഗതം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അവരെ കാണുവാൻ തലയിൽ മുണ്ടിട്ട് പോകേണ്ടെന്ന് പറഞ്ഞതും പിണറായി വിജയനാണ്. എന്നിട്ട് പഴയതെല്ലാം മറന്ന നിറം മാറുന്നു. മുഖ്യമന്ത്രി അവരെ സ്വാഗതം ചെയ്യുന്ന വീഡിയോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കാണിച്ചിരുന്നു. അത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ. ഇക്കാര്യത്തിൽ UDFൽ ഒരു ആശയക്കുഴപ്പവുമില്ല. ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള എതിർപ്പും വെറുപ്പും ചർച്ചയാകാതിരിക്കുവാനാണ് വെൽഫെയർ പാർട്ടി വിഷയം ചർച്ചയാക്കുവാൻ ശ്രമിക്കുന്നത്. വിഷയം മാറ്റിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി ആ ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഞാൻ ഹാജരാക്കിയല്ലോ. മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്, അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ്. എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിറം മാറുന്നത് പോലെ ഇപ്പൊ ഇവിടെ വന്ന് നിലമ്പൂരിൽ വന്ന് പ്രസംഗിക്കുക. ഞങ്ങൾ അതിന്റെ വീഡിയോ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ ഹാജരാക്കിയ വീഡിയോ, മുഖ്യമന്ത്രി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ. ഒരാശയക്കുഴപ്പമില്ല. അത് വിഷയമാക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥം ഇപ്പം ഞാൻ ചോദിച്ച ഏത് ചോദ്യങ്ങളിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു വിഷയമില്ല. ഞങ്ങൾ കൃത്യമായി, ഞങ്ങൾക്ക് പാർലമെന്റ് ഇലക്ഷന് അവർ ഞങ്ങൾക്ക് പിന്തുണ വന്നപ്പോൾ നിങ്ങൾ ആരും ഈ ചോദ്യം ഉയർത്തിയില്ലല്ലോ. ഉയർത്തിയോ? ഇല്ല. 3 പതിറ്റാണ്ട് കാലം CPMന് അവർ പിന്തുണ കൊടുത്തപ്പോൾ ഈ ചർച്ച കേരളത്തിലുണ്ടായോ? ഇല്ല. അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിലുള്ള ജനങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും വെറുപ്പും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കൗശലവും തന്ത്രവുമാണ് വിഷയം മാറ്റിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് സമയത്ത് എന്റെ അടക്കം ഏത് വാഹനവും പരിശോധിക്കാം, അതിലൊരു തെറ്റുമില്ല. എന്നാൽ ഇവിടെ UDF നേതാക്കളുടെ വാഹനം തിരഞ്ഞു പിടിച്ച് പരിശോധിച്ചു, അതിനെയാണ് എതിർത്തത്. പാലക്കാട്ടെ പോലെ വീണ്ടും പെട്ടിയുമായി ഇറങ്ങുവാൻ നോക്കണ്ട. സംഘപരിവാർ അജണ്ടയായ മലപ്പുറം വിരോധം മുഖ്യമന്ത്രി പറയുന്നത് ഡൽഹിയിൽ ഇരിക്കുന്ന സംഘപരിവാർ ഏമാന്മാരെ സന്തോഷിപ്പിക്കുവാനാണ്. അത് ഡൽഹിയിൽ ചെന്ന് കത്തിപ്പടർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വർഗീയ പ്രീണന നയം നടക്കുന്നു. സംഘപരിവാറിന് മുൻപിൽ പച്ചപുച്ഛമടക്കി ഓച്ചാനിച്ചു നിൽക്കുകയാണ് പിണറായി. എന്നിട്ട് സംഘപരിവാറിന്റെ അജണ്ട കേരളത്തിൽ പറയുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്വാമി LDFന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. സ്വാമിയുടെ പൂർവാശ്രമം തിരുവനന്തപുരത്ത് തിരക്കി നോക്കണം, അപ്പോൾ അറിയാം. മറുഭാഗത്ത് PDP പിന്തുണ. എന്നിട്ടാണ് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. CPMന്റെ കൂടെ നിന്നാൽ മതേതരവാദി, എതിർത്താൽ വർഗീയവാദി. അത് കയ്യിൽ വെച്ചാൽ മതി. പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിന് എന്നും ഒരേ നിലപാടാണ്. അത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ പലസ്തീനെ കുറിച്ച് പറയുന്നത് നിലമ്പൂർ സ്പെഷ്യലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിതാദ്യമാണ് മുഖ്യമന്ത്രി പലസ്തീൻ എന്ന് പറയുന്നത്. നിലമ്പൂരിലെ രാഷ്ട്രീയ ബോധ്യമുള്ള ജനം ഇതെല്ലാം കാണുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മനുഷ്യജീവന ഭീഷണിയായ വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്തേ പറ്റൂവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1972 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകിയുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത്. കോൺഗ്രസ് കൊണ്ടുവന്ന ആ നിയമത്തിന്റെ സംരക്ഷകരായി ഇന്നത്തെ കേന്ദ്ര സർക്കാർ നിൽക്കുകയാണ്. അതിനാൽ വന്യജീവി ആക്രമണത്തിൽ കോൺഗ്രസിനും ഇന്ന് രാജ്യം ഭരിക്കുന്ന BJPക്കും ഉത്തരവാദിത്തമുണ്ട്. വനം വന്യജീവി ആക്രമണം തടയാനായി സംസ്ഥാനം സമർപ്പിച്ച പാക്കേജിന് ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. എങ്കിലും ഇക്കാര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം കേരളം ചെയ്യുന്നുണ്ട്. അവ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എടക്കരയിൽ LDF സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ മലയോരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നം, യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? അതില് നമ്മുടെ സംസ്ഥാനത്ത്, രാജ്യത്ത് എല്ലാം ജനസംഖ്യാ നിയന്ത്രണമുണ്ട്. നല്ല രീതിയിൽ ജനസംഖ്യ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മനുഷ്യർക്ക് മാത്രമാണ് ബാധകം. വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ ഒരു നിയന്ത്രണവും ഇല്ല.
അപ്പോൾ 1972 അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഈ മൃഗങ്ങളെയെല്ലാം പവിത്രവൽക്കരിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നു. അതായത് അവർക്കൊരു ഉപദ്രവം ഉണ്ടാകരുത്, ആരും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതോടെ മൃഗങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ലഭിക്കുന്ന അവസ്ഥയായി. അപ്പോൾ ഈ നിയമം ഭരണഘടനയുടെ 252 അനുച്ഛേദ പ്രകാരം പാർലമെന്റ് പാസാക്കിയതാണ്. ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾക്കാവില്ല. നമുക്കാകെ പറ്റുന്നത് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കലാണ്. ആ അഭ്യർത്ഥന നമ്മൾ നിരന്തരം നടത്തുന്നു. പക്ഷേ സ്വീകരിക്കാനാവില്ല എന്ന മറുപടി അവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പല കാര്യങ്ങളിലും നിരാശാജനകമായ നിലയാണ്. ഈ കാര്യത്തിൽ സാധാരണഗതിയിൽ ഈ നിയമം കൊണ്ടുവന്ന കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്, ഇന്ന് രാജ്യം ഭരിക്കുന്ന BJPക്ക് ഉത്തരവാദിത്വമുണ്ട്. അന്ന് കോൺഗ്രസ്സാണ് കൊണ്ടുവന്നതെങ്കിൽ ആ നിയമം കൊണ്ടുവന്നത് ശരിയായില്ല എന്ന നിലപാടെടുത്ത് ഇന്നത്തെ കാലത്തിനനുസൃതമായി നിയമത്തിൽ മാറ്റം വേണമെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാവണം. പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അതോടൊപ്പം BJPയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. BJP കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണെങ്കിലും BJP അതിൻ്റെ സംരക്ഷകരായി ഇപ്പോൾ അത് നടപ്പാക്കുകയാണ്. അതിലൊരു മാറ്റവും പാടില്ല എന്നാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാര് കേരളത്തെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ മാറ്റം വന്നേ തീരൂ, നിയമം ഭേദഗതി ചെയ്തേ തീരൂ. നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണമുണ്ട്. അത് മനുഷ്യന് മാത്രമാണ് ബാധകം, മൃഗങ്ങൾക്ക് ബാധകമല്ല. 1972 നിയമമാണ് അതിന് കാരണം. ഈ നിയമപ്രകാരം മൃഗങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ലഭിച്ചു. അവയെ ഉപദ്രവിക്കുവാൻ പറ്റില്ല. കേന്ദ്ര നിയമമായതിനാൽ അവ ഭേദഗതി ചെയ്യുവാൻ സംസ്ഥാനങ്ങൾക്ക് ആകില്ല. കേന്ദ്രത്തോട് ആവശ്യപ്പെടുവാൻ മാത്രമേ സാധിക്കൂ. അക്കാര്യം നിരന്തരം നമ്മൾ ചെയ്യുന്നുണ്ട്. പറ്റില്ല എന്ന മറുപടിയാണ് ഓരോ തവണയും കേന്ദ്രമന്ത്രിമാർ നൽകുന്നത്. ഇത് നിരാശാജനകമാണ്. കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് സമാനമായ ആവശ്യം ഉന്നയിക്കുവാൻ കോൺഗ്രസ് തയ്യാറാകണം. കാലത്തിനനുസരിച്ച് നിയമം മാറ്റണം. വനങ്ങളും മൃഗങ്ങളുമുള്ള മറ്റ് രാജ്യങ്ങളിൽ മൃഗവേട്ട അനുവദനീയമാണ്. അതിനാൽ അത്തരം രാജ്യങ്ങളിൽ മൃഗങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്. വനം വന്യജീവി ആക്രമണത്തിന് തടയിടുവാനുള്ള സമഗ്ര പദ്ധതി ഉൾപ്പെടുത്തിയാണ് കേരളം പ്രത്യേക പാക്കേജ് തയ്യാറാക്കിയത്. വലിയ സാമ്പത്തികം ആവശ്യമുള്ള പദ്ധതികളാണ് ഇതിൽ. അതിനാൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണ്. ഈ പദ്ധതികൾ സംസ്ഥാനം പൂർണ്ണതയിലേക്ക് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വഴിക്കടവ് മുണ്ടയിലും എടക്കരയിലും പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മതരാഷ്ട്രീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF സഖ്യത്തിനെതിരെ നിലമ്പൂരിലെ ജനം വിധിയെഴുതുമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദു യഥാർത്ഥത്തിൽ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അതിശക്തിയായ പ്രചാരണ പ്രവർത്തനത്തിൽ മുഴച്ചു നിന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഭൂരിപക്ഷ വർഗീയത സംഘപരിവാർ വിഭാഗങ്ങളാകെ ചേർന്നുകൊണ്ട് ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനത്തിന് ഇറങ്ങുകയുണ്ടായി. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖമായ വിഭാഗമായിട്ട് രാജ്യം ലോകം അംഗീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി
ലോകത്ത് ഒരു ജനാധിപത്യ പ്രസ്ഥാനവും ചേർന്ന് പ്രവർത്തിച്ച പാരമ്പര്യം ഇല്ല. ഇവിടെ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം ചേർന്ന് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ്, UDF സഖ്യകക്ഷിയെപ്പോലെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് പോവുകയാണ് എന്ന് പരസ്യമായിട്ട് പറയുകയും ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ കാലത്തുള്ളതുപോലെയുള്ള വർഗീയ നിലപാടുകളില്ല എന്ന് അവരെ വെള്ളപൂശി അവതരിപ്പിക്കുകയും ചെയ്ത വിചിത്രമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ UDF അവതരിപ്പിക്കുകയുണ്ടായി. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലുമൊക്കെ ഇവരുമായി ചേർന്ന് സീറ്റ് പങ്കുവെച്ച് ഒരു മുന്നണിയായിട്ട് മത്സരിച്ച് മുന്നോട്ടേക്ക് പോകാം എന്നാണ് അവരുണ്ടാക്കിയിട്ടുള്ള ധാരണ എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി. ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ ആ ചെറിയ ന്യൂനപക്ഷത്തിനേക്കാളും വളരെ ഗൗരവതരമായ അപകടകരമായ മുദ്രാവാക്യമാണ് അവരുയർത്തുന്നത്. അത് ധ്രുവീകരണത്തിൻ്റെതാണ്. മുസ്ലിം രാജ്യം, മുസ്ലിം ലോകം, അതാണ് അവരുടെ ഉന്നം. ഇത് വർഗീയ ശക്തികളെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒന്ന് ജയിക്കുകയോ ഏതെങ്കിലും മറ്റൊന്ന് തോൽക്കുകയോ അല്ല ചെയ്യുക. വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് തന്നെ പരസ്പരം ശക്തിപ്പെടാനാണ്. അങ്ങനെ പരസ്പരം ശക്തിപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ പശ്ചാത്തലമൊരുക്കുന്ന ഒരു നിലപാടാണ് ഒരു ഭാഗത്ത് BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവും മറുഭാഗത്ത് UDF ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ കൂട്ടുകെട്ട്. ഈ രണ്ട് വർഗീയ കൂട്ടുകെട്ടുകൾക്കുമെതിരെ മതനിരപേക്ഷ ഉള്ളടക്കം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ജനാധിപത്യ ശക്തികളെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും, നമുക്കറിയാം വർഗീയത പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളൊന്നുമല്ല. അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. ഇവിടെയുള്ള ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും വലിയ ഒരു വിഭാഗം വിശ്വാസികളാണ്. ആ വിശ്വാസികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിലും പെട്ട വിശ്വാസികളായ മനുഷ്യ സമൂഹത്തിൻ്റെ അകത്ത് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താൻ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം മാത്രമായിട്ട് നിൽക്കുന്നതല്ല. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2026 ഏപ്രിൽ മെയ് മാസം നടത്തേണ്ടുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ജമാഅത്തെ UDF ഉണ്ടാക്കിയ കൂട്ട് ദൂരവ്യാപക ഫലമുണ്ടാക്കും. ഇത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണ്. ജമാഅത്തയുടെ വെൽഫെയർ പാർട്ടിയെ UDFൽ അസോസിയേറ്റ് അംഗമാക്കാമെന്ന ധാരണയിലാണ് ഈ സഖ്യം. സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്നതാണ് ജമാഅത്തെ സഖ്യം. ഇത് ഭൂരിപക്ഷ വർഗീയ ശക്തികളെ സഹായിക്കുന്ന അപകടകരമായ നിലയുണ്ടാക്കും. മതേതര ജനാധിപത്യ ചിന്താഗതിക്കാർക്കൊപ്പം യഥാർത്ഥ മതവിശ്വാസികളും ഈ വർഗീയ തീവ്രവാദ സഖ്യത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നതാണ് നിലമ്പൂരിലെ പ്രതീക്ഷ. ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത് വിവരക്കേടാണ്. ഈ അവസരവാദ വിചിത്ര നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം അംഗീകരിക്കുമോ എന്ന് സതീശൻ വ്യക്തമാക്കണം. AICC ഇതിനെതിരെയാണ്.
അതിനാലാണ് കെ.സി. വേണുഗോപാൽ സഖ്യത്തെപ്പറ്റി മിണ്ടാതിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി നിലപാട് പറയണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. അവർ പ്രതികരിച്ചില്ല. മുസ്ലിം രാജ്യവും മുസ്ലിം ലോകവും എന്ന അപകടകരമായ മുദ്രാവാക്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം ജമാഅത്തെ ബന്ധം ശക്തമായി എതിർത്തിരുന്നു. ഇക്കാര്യം ഇന്നത്തെ ലീഗ് നേതാക്കൾ മറക്കരുത്. ജമാഅത്തെ UDF സഖ്യവും ഹിന്ദുത്വ അജണ്ടയുമായി സംഘപരിവാറും ചേർന്ന് പ്രചരണം വർഗീയവൽക്കരിച്ചു. മലീമസമായ ഈ വർഗീയ ശക്തികൾക്കെതിരെ മതനിരപേക്ഷ ഉള്ളടക്കവുമായാണ് LDF വോട്ട് തേടുന്നത്. ജമാഅത്തെയുമായി ഇടതുപക്ഷത്തിന് ഇന്നലെ ബന്ധമുണ്ടായിരുന്നില്ല, ഇന്നും നാളെയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ വികസനം പറയാൻ UDF മടിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ മൂന്നാം ഭരണലക്ഷ്യവുമായി മുന്നേറുന്ന LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത്. നവകേരളത്തിനായുള്ള രാഷ്ട്രീയ വികസന പരിപാടികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും MV ഗോവിന്ദൻ. കേരളത്തെ നവകേരളമാക്കി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്ന അതിൻ്റെ ലക്ഷ്യം. ഇന്ത്യയിൽ ഒരേ ഒരു ഇടതുപക്ഷ ശക്തിയുടെ സ്വാധീനമുള്ള ബദൽ സംവിധാനം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഒന്നാമത്തെ ടേം കഴിയുമ്പോൾ ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് ബൂർഷ്വാ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം വിധി എഴുതിയതാണ്. പക്ഷേ 99 സീറ്റോടുകൂടി രണ്ടാം ടേമിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഒരു ചരിത്ര സംഭവമായിരുന്നു. ഒരു മൂന്നാം ടേമിലേക്കുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുന്നേറ്റം, അതാണ് ചരിത്രം കുറിക്കുന്ന അടുത്ത കേരളത്തിൻ്റെ സംഭവം. അതിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കേവലമായിട്ടുള്ള വികസനം എന്ന കാര്യം വിശദീകരിക്കുകയല്ല, ഒരു വികസിത കേരളമാക്കി രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പിന്നണിയിൽ നിന്ന് പിന്നണിയിലേക്ക് പോകാനല്ല, വികസനത്തിലേക്ക് കുതിക്കുകയാണ് കേരളത്തിൻ്റെ ഉന്നം. പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരളം ഇപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ്. നവംബർ 1-ാം തീയതിയോടുകൂടി ആ പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇപ്പോഴും എത്രയോ കാലമായിട്ട് നമ്മൾ 1-ാം സ്ഥാനത്താണ്, ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ. വീടില്ലാത്തവർക്കെല്ലാം വീട് എന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 5 ലക്ഷത്തിലധികം ആളുകളുടെ വീട് പണി പൂർത്തിയാക്കി മിക്കവാറും കൈമാറിക്കഴിഞ്ഞു. ഇനിയും വേണ്ടവർക്ക് വീട് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാർപ്പിട പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാവും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ കേരളം കൈകാര്യം ചെയ്യുകയാണ്. തൊഴിലില്ലായ്മയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇന്ത്യൻ സംസ്ഥാനം ഗവൺമെൻറ്റും എടുക്കാത്ത നിലയിലുള്ള പുതിയ നിലപാടുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വികസനം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇവിടെ വികസനം മാത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ അജണ്ട വികസനം തന്നെയാണ്. വികസനം പറയാൻ UDFകാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. കാരണം പറഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നുള്ളതുകൊണ്ട് വികസനം എന്ന് പറയുന്ന കാര്യം അവർ മിണ്ടുന്നില്ല. അപ്പോൾ നല്ല വികസന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലപാടാണ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. BJP സർക്കാരിന്റെ നയത്തിന് ബദലാണിവ. വികസിത അർദ്ധവികസിത രാജ്യങ്ങളുടെ പുരോഗതിയിലേക്ക് കേരളീയരുടെ ജീവിതാവസ്ഥ ഉയർത്തുന്നതിനുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. 9 വർഷമായി തുടരുന്ന ഈ പ്രവർത്തനം എല്ലാ മേഖലയിലും മാറ്റമുണ്ടാക്കി. വ്യവസായ നിക്ഷേപത്തിലും പശ്ചാത്തല സൗകര്യങ്ങളിലും കൈവരിച്ച വളർച്ച തൊഴിലില്ലായ്മയടക്കം കുറച്ചു. വിജ്ഞാന കേരളവും വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒപ്പം 62 ലക്ഷം പാവങ്ങൾക്ക് പെൻഷൻ നൽകുന്നതടക്കം ക്ഷേമ പദ്ധതികളും നടപ്പാക്കുന്നു. കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തെ അതിജീവിച്ചാണ് ഈ പദ്ധതികൾ തുടരുന്നത്. വിഭവ സമാഹരണത്തിൽ വലിയ മുന്നേറ്റം ആർജിച്ചു. കോടതി പറഞ്ഞിട്ടും വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുവാൻ കൂടി കേന്ദ്രം തയ്യാറാകുന്നില്ല. കേരളം കൈവരിച്ച പുരോഗതിയടക്കം രാഷ്ട്രീയം പറഞ്ഞ് LDF വോട്ടർമാരെ സമീപിക്കുന്നു. അതിനാൽ വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു.
നിലമ്പൂരിലെ വോട്ടർമാർ വെള്ളാപ്പള്ളി നടേശന്റെ കള്ളക്കളി മനസ്സിലാക്കണമെന്ന SNDP സംരക്ഷണ സമിതി. SNDP യോഗത്തെയും SN ട്രസ്റ്റിനെയും തകർത്ത വെള്ളാപ്പള്ളി നടേശനെയും മകനെയും തിരിച്ചറിയണമെന്നും SNDP സംരക്ഷണ സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ജാതി കോമരങ്ങളുടെ നാടെന്ന് കേരളത്തെ വിശേഷിപ്പിച്ച ആ വിശേഷണത്തിൽ നിന്നും കേരളത്തെ മതസൗഹാർദ്ദത്തിന്റെ നാടാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനമായ SNDP യോഗത്തിന്റെ കെയർടേക്കർ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്ന് കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് നടത്തിയ പ്രസംഗം ഇന്നും ഇതിന്റെ മാറ്റൊലി കൊള്ളുകയാണ്. അതിന് പ്രത്യേക കാരണം കൂടി ഞങ്ങൾക്കുണ്ട് പറയാൻ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഈ പറയുന്ന കേരളത്തെ നവോത്ഥാന കേരളമാക്കി മാറ്റിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ലോക സർവമത സമ്മേളനം ആലുവായിൽ നടത്തിയതിന്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ആ 100ാം വാർഷികത്തിലാണ് മതാന്ധത ബാധിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഇരിക്കാൻ യോഗ്യനല്ലെങ്കിൽ പോലും അവിടെ ഇരുന്നു കൊണ്ട് മതാന്ധത ബാധിച്ച് മതവിദ്വേഷ പ്രസംഗം ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നടത്തി മലപ്പുറം ജില്ലയെയും അവിടെ നിവസിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ മലപ്പുറം നിവാസികളെ മുഴുവൻ ആക്ഷേപിക്കുക. ആ ആക്ഷേപം കൊണ്ട് ശ്രീനാരായണ സമൂഹത്തിന് മുഴുവൻ ഉണ്ടായ അപമാനം ചെറുതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായി ഇന്നിവിടെ വരാൻ കാരണം. ഇത് വെള്ളാപ്പള്ളിയുടെ ശബ്ദം ഈഴവ സമുദായത്തിന്റെ ശബ്ദമല്ല. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന് വേണ്ടി സംസാരിക്കുവാൻ അവകാശമില്ലാത്ത ഒരാളാണ്. ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാട് ഈഴവ സമുദായത്തെ കഴിഞ്ഞ 28 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 60 വർഷക്കാലം പിന്നോട്ട് കൊണ്ടുപോയി ഈ സമുദായത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച് ഈ സമുദായത്തിന്റെ ഭൗതിക സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച വെള്ളാപ്പള്ളിമാരെയും അവരുടെ കുടുംബ പാർട്ടിയായ BDJSനെയും സഹായിക്കുന്ന ഏത് മുന്നണിയായാലും വ്യക്തിയായാലും അവരെ രാഷ്ട്രീയമായും സാമൂഹ്യമായും പരാജയപ്പെടുത്തുക, തിരസ്കരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. നിലമ്പൂർ സീറ്റ് BDJSന് BJP വെച്ച് നീട്ടിയതാണ്. BJPക്കാരുടെയും ഇടവ സമുദായത്തിന്റെയും വോട്ട് കിട്ടുകയില്ല എന്ന തിരിച്ചറിവിൽ അച്ഛന്റെയും മകന്റെയും കുടുംബ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറി. നാണം കെട്ട രാഷ്ട്രീയ സമീപനം കാട്ടുന്ന വെള്ളാപ്പള്ളി നടേശനും മകനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തരം പോലെ പുകഴ്ത്തി. ഇൻകം ടാക്സ് വിജിലൻസ് തട്ടിപ്പ് കേസുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് കാണിക്കുന്ന വിക്രിയകളെല്ലാം ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാണെന്ന് NDP സംരക്ഷണ സമിതി അഭിപ്രായപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശനും മകനും BDJSും പിന്തുണ നൽകുന്നവരെ ജനം തോൽപ്പിച്ച ചരിത്രമാണ് നാളിതുവരെയുള്ളത്. നടേശൻ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തവരെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും രാഷ്ട്രീയ സത്യമാണ്. ഈ സമുദായ വഞ്ചകൻ 3 പതിറ്റാണ്ട് കൊണ്ട് മഹാപ്രസ്ഥാനമായ SND യോഗത്തെ ഓരോ തലത്തിലും തകർത്തു കഴിഞ്ഞു. യോഗത്തിന്റെ ആസ്തികളെല്ലാം വിറ്റുതുലയ്ക്കുന്നു. നടേശൻ കാട്ടിയ കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ യോഗം ആസ്ഥാനം വരെ ജപ്തിയിലാണ്. പൊതുയോഗമില്ല, കണക്കില്ല, തിരഞ്ഞെടുപ്പില്ല, ഓഡിറ്റില്ല, ചോദ്യങ്ങളില്ല, തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനുകളില്ല, സംവരണാനുകൂല്യങ്ങൾ തകർത്തു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കോഴ നിയമനത്തിന്റെ വിഴുപ്പ് ഭാണ്ഡം പേറി നിലവാര തകർച്ചയുടെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു. SN ട്രസ്റ്റിന്റെ കോളേജുകൾ ഓരോന്നും ജപ്തിയിലാകുമ്പോഴും കോളേജ് കോമ്പൗണ്ടുകൾ കുഴിച്ച് മണ്ണ് വിറ്റ് വരെ കീശ വീർപ്പിക്കുന്ന നടേശൻ പൊതുജീവിതത്തിന് അപമാനമാണ്. 28 കൊല്ലങ്ങൾ കൊണ്ട് യോഗത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചും അന്തസ്സില്ലാത്ത സംഭാഷണത്തിൽ അഭിമാനം പൂണ്ടും ഈഴവ സമുദായത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നിയമപ്രകാരമുള്ള സംവരണാനുകൂല്യം EWS എന്ന സവർണ സംവരണത്തിന് കൂട്ടുനിന്നുകൊണ്ട് അട്ടിമറിച്ചതും സമുദായാംഗങ്ങൾ ഓർക്കണം. പൊതുസമൂഹത്തിന് മുൻപിൽ മഹാപ്രസ്ഥാനത്തെ നാണം കെടുത്തിയും
നീങ്ങുന്ന നടേശ ബാന്ധവം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാമെന്ന അബദ്ധധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച പൊതുസമൂഹത്തിൽ തിന്മയുടെ പ്രതീകമായി മാറിക്കഴിഞ്ഞ ഈ ഗുരുനിന്ദകരുടെയും കൂട്ടാളികളുടെയും പിന്തുണ തേടിയാൽ ഈഴവ സമുദായവും പൊതുസമൂഹവും വോട്ടിലൂടെ പ്രതികരിച്ച തിരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിക്കപ്പെടുമെന്ന സത്യം ഉൾക്കൊള്ളണമെന്ന് SNDP സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിമാരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ഈഴവ സമുദായ ശക്തി ഉണരുക തന്നെ ചെയ്യുമെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് S. ചന്ദ്രസേനൻ, വർക്കിംഗ് ചെയർമാൻ PS. രാജീവ്, ജനറൽ സെക്രട്ടറി MV. പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ MP. രാജൻ, ട്രഷറർ പ്രേമചന്ദ്രൻ, ശശാങ്കൻ, S. ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം രാഷ്ട്രീയ കേരളം എക്കാലവും ചർച്ച ചെയ്യുമെന്ന BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. ഭൂരിപക്ഷ ജനവിഭാഗം ന്യൂനപക്ഷങ്ങളാൽ മാത്രം ഭരിക്കപ്പെടുന്നത് ജനാധിപത്യമല്ലെന്നും തുഷാർ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ വിജയത്തിനായി വഴിക്കടവ്, മൂത്തേടം പഞ്ചായത്തുകളിൽ നടന്ന BDJS കുടുംബ സംഗമങ്ങളിൽ സംസാരിക്കുകയായിരുന്നു തുഷാർ. വർഗീയതയും മതകൂട്ടായ്മയും ഇല്ലാത്തവരും ദേശീയതയും ഭരണഘടനയും സംരക്ഷിക്കുന്നവരുമായിരിക്കണം മലപ്പുറം ഭരിക്കേണ്ടത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ സാരാംശം. എന്നാൽ എന്തിന് വൈകാരികമായി ലീഗുകാർ ഇത് ഏറ്റുപിടിച്ചു? മുസ്ലിം ലീഗ് എങ്ങനെ ജനാധിപത്യ മതേതരത്വ പാർട്ടിയാകുമെന്നും തുഷാർ ചോദിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ മണ്ഡല പര്യടനം. NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ അതിവേഗ പദ്ധതികൾ നടപ്പാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വഴിക്കടവ് പഞ്ചായത്തിലെ കവളപ്പൊയ്ക, മൂത്തേടം പഞ്ചായത്തിലെ പാലാങ്കര എന്നിവിടങ്ങളിൽ നടന്ന കുടുംബയോഗങ്ങളിൽ BDJS ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്, സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി, തമ്പി മേട്ടുതറ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS. ജ്യോതിഷ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT. രമേശ്, സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ സംഗീത വിശ്വനാഥ്, ഭാസുര വാസുദേവ്, സന്തോഷ്, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ഞൊടിയിടയിൽ മുഖചിത്രം വരച്ച ആര്യടൻ ഷോക്കത്തിന് വോട്ട് തേടി ചിത്രകാരന്മാർ. സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ 10ഓളം ചിത്രകാരന്മാരാണ് വേറിട്ട പ്രചരണവുമായി രംഗത്തിറങ്ങിയത്. ഞൊടിയിടയിൽ മുഖചിത്രം വരച്ച് ആര്യടൻ ഷോക്കത്തിന് വോട്ട് തേടി ചിത്രകാരന്മാർ. സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ 10ഓളം ചിത്രകാരന്മാരാണ് വേറിട്ട പ്രചരണവുമായി രംഗത്തിറങ്ങിയത്. പൂക്കോട്ടും പാടത്ത വീടുകളിലും കടകളിലുമെത്തി നിമിഷങ്ങൾക്കകം അവരുടെ ചിത്രം വരച്ച് കൈമാറി. വിസ്മയത്തോടെ അവ വാങ്ങുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന് വോട്ട് മറക്കരുതെന്ന് അഭ്യർത്ഥനയും. നിലമ്പൂരിലെ മുഖരേഖ എന്ന ചിത്രകാരന്മാരുടെ പ്രചരണം സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് ചെയർമാൻ NV പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. നടൻ രവീന്ദ്രൻ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അനി വർഗീസ്, ഭാരവാഹികളായ KM ഉണ്ണികൃഷ്ണൻ, തോമസ് പാലത്തറ, അജയൻ കാട്ടുങ്കൽ, അഹമ്മദ് കൊല്ലുകടവ്, അഴിക്കോട് ഹുസൈൻ, ടിനു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിന് വോട്ട് തേടി ചലച്ചിത്ര താരം രവീന്ദ്രൻ നിലമ്പൂരിൽ. നിലമ്പൂർ ടൗണിലാണ് വീടുകളിലും കടകളിലും കയറി വോട്ട് തേടിയത്. 80കൾ മുതൽ സിനിമകളിൽ സജീവമാണ് രവീന്ദ്രൻ. പാഠം 1, ഒരു വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്കപ്പുറം എന്നീ മികച്ച സിനിമകളുടെ സൃഷ്ടാവായ ഷൗക്കത്ത് മികച്ച കലാകാരനും തന്റെ സുഹൃത്തുമാണെന്ന് രവീന്ദ്രൻ പറഞ്ഞു. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഷൗക്കത്ത് നിയമസഭയിലെത്തണം. അതിനാണ് വോട്ട് തേടി എത്തിയതെന്നും പ്രചരണം അവസാനിക്കുന്നതുവരെ നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്കാര സാഹിതിയുടെ സംഘത്തോടൊപ്പമാണ് രവീന്ദ്രൻ നിലമ്പൂരിലെത്തിയത്. സംസ്ഥാന ഭാരവാഹികളായ NV പ്രദീപ് കുമാറും അനി വർഗീസും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മതേതര രാഷ്ട്രീയവും 9 വർഷത്തെ വികസന പരിപാടികളും പറഞ്ഞ നിലമ്പൂരിൽ വോട്ട് ചോദിക്കാൻ LDF ഭയക്കുന്നുവെന്ന ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി G. ദേവരാജൻ. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിന്റെ പ്രചരണാർത്ഥം വഴിക്കടവ പഞ്ചായത്തിലെ മുടിപ്പച്ചക്ക കോളനി, തോരക്കുന്ന എന്നിവിടങ്ങളിൽ നടന്ന കുടുംബയോഗങ്ങളിലും ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിലും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉപേക്ഷിച്ചതിനാലും സംസ്ഥാനത്തെ വൻ കടക്കണിയിലേക്ക് തള്ളിയിട്ടതിനാലുമാണ് CPM നേതാക്കൾ വർഗീയ രാഷ്ട്രീയവും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കും ദൂർത്തിനുമെതിരെ നിലമ്പൂരിലെ വോട്ടർമാർ UDFന് വോട്ട് ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ LDF നേതാക്കൾ നിലമ്പൂരിൽ നടത്തുന്ന അരാഷ്ട്രീയ വർഗീയ പ്രചാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ദേവരാജൻ പറഞ്ഞു. ജെബി മേത്തർ MP, PC വിഷ്ണുനാഥ് MLA, മാത്യു കൊൽനാടൻ MLA,
AKM അഷ്റഫ് MLA, ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T. മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി KP അനസ് മാസ്റ്റർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഗിരീഷ് മാസ്റ്റർ, മണ്ഡലം തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റർ ഷക്കീർ തുവൂർ, മണ്ഡലം സെക്രട്ടറി ജാഫർ ചന്തക്കുന്ന്, നാരായണൻ മണ്ടൂർ എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.